Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last classes we discussed what is debtor system and what are the journal entries drafted for debtor system. Today we are going to discuss what do you mean by branch account, what is the simple format of branch account, meaning and format of branch account. Let's start today's topic. What is branch account? What is branch account? Branch account is a nominal account. Branch account is a nominal account. What do you mean by nominal account? Nominal accounts are those accounts which are prepared to find out the profit or loss of a particular activity. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു അക്കൗണ്ടിനെയും നമ്മൾ എന്തെന്ന് പറയും? നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. Just like consignment account, joint venture account, realization account. These are the example of other nominal account. Profit and loss account, trading account, etc. Okay. Branch account is a nominal account prepared in the books of head office to ascertain the profit or loss at a branch at the end of a particular period. At the end of a particular period. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ എൻഡിൽ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ഫോർ വാട്ട് പർപ്പസ് ദിസ് ഈസ് പ്രിപ്പയർഡ്? ടു ഫൈൻഡ് ഔട്ട് ഓർ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബ്രാഞ്ച്. ഓക്കെ, then for the purpose all expenses are debited and all incomes are credited in this account. നമുക്കറിയാം ഏതൊരു നോമിനൽ അക്കൗണ്ടിനെ പോലെയും എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ ഇൻകംസും എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ് ദ റിസൾട്ട് ഈസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ് ദ റിസൾട്ട് ഈസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് എന്തായിരിക്കും? ബ്രാഞ്ച് ലോസ് ആയിരിക്കും. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്, അത് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അല്ല ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ദാറ്റ് മീൻസ് എക്സ്പെൻസസ് ലോസസും ആണ് ഡെബിറ്റ് സൈഡിൽ വരിക. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓക്കെ, ദെൻ ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ദെൻ സിമ്പിൾ ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, ഇൻ ദ ബുക്സ് ഓഫ് എന്താണ്? ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ നമുക്കറിയാം ടി ഷേപ്പാണ്. ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. ഓക്കെ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് നമുക്ക് ആദ്യം പറയാം. ഫസ്റ്റ് എന്താ നമ്മൾ എഴുതേണ്ടുന്നത്? എല്ലാ ഓപ്പണിംഗ് അസറ്റുമാണ്. അസറ്റുകളെല്ലാം നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക. അസറ്റുകൾ ഓപ്പണിംഗ് അസറ്റുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് അസറ്റ് ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതിയിട്ട് എന്തൊക്കെയാണോ ഓപ്പണിംഗ് അസറ്റുകൾ അത് 1 by 1 ആയിട്ട് എഴുതുക. എക്സാമ്പിൾ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഉണ്ടാകാം, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഉണ്ടാകാം, ബ്രാഞ്ച് ഫർണിച്ചർ ഉണ്ടാകാം, എക്സെട്ര. അതാണ് നമ്മൾ എന്തെന്ന് എഴുതുക? ഫസ്റ്റ് ഓപ്പണിംഗ് അസറ്റ് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. സെക്കൻഡ് എന്താണ്? ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിലായിട്ട് ആദ്യത്തെ ഐറ്റമായിട്ട് എഴുതുക. അപ്പം ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഏത് സൈഡിൽ എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഓപ്പണിംഗ് ലയബിലിറ്റീസ് എന്ന് കാണിക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും മറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഐറ്റംസ് ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആയിട്ട് എഴുതുക. ഓക്കെ, ദെൻ തേർഡ് ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ദാറ്റ് മീൻസ് ഗുഡ്സ് സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ആണ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതുക. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, ഇനി അതുപോലെ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലോ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു. ആ അയച്ച ഗുഡ്സിൽ എന്തെങ്കിലും സപ്പോസ് ഡാമേജ്ഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സസ് ആണോ അല്ലെങ്കിൽ ഡാമേജ്ഡോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയക്കുക. അതാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗുഡ്സ് റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഗുഡ്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ടു ബാങ്ക് ആണ്. ദാറ്റ് മീൻസ് റെമിറ്റൻസ് ഫോർ എക്സ്പെൻസസ് ആണ്.
റെമിറ്റൻസ് ഫോർ എക്സ്പെൻസസ്. നമുക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസസ് ഉണ്ടോ അതെല്ലാം തന്നെ ആര് ബോണ്ട് ചെയ്യും? ഹെഡ് ഓഫീസ് ബോണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മളിവിടെ മിസ് ഉദ്ദേശിച്ചത് ബ്രാഞ്ചാണ്. ഒരു ബ്രാഞ്ചിൽ എത്രത്തോളം എക്സ്പെൻസസ് ഉണ്ടെങ്കിലും ആ എക്സ്പെൻസസ് എല്ലാം തന്നെ ആരുടെയാണ്? ഹെഡ് ഓഫീസിൻ്റെയാണ്. അതാണ് നമ്മൾ എക്സ്പെൻസസ് എഴുതുമ്പോൾ എന്തെഴുതുക? ടു ബാങ്ക് എന്നെഴുതുക. ഓക്കെ. ദെൻ അടുത്തത് സെയിൽസ് ആണ്. സെയിൽസിൻ്റെ ഫിഗർ അല്ലെങ്കിൽ റെമിറ്റൻസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതുന്നു. ദാറ്റ് മീൻസ് സെയിൽ ഫിഗർ ആയിരിക്കും. സാധനം വിറ്റ് കിട്ടുന്ന ക്യാഷ് ബ്രാഞ്ച് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം? ഹെഡ് ഓഫീസിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ബൈ ക്യാഷ് ഓർ ബാങ്ക് ബ്രാക്കറ്റിൽ സെയിൽസ് എന്ന് കാണിക്കാം. ദെൻ അസറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസിങ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലോസിങ് ലയബിലിറ്റീസ് എഴുതുക. ക്ലോസിങ് അസറ്റ് എഴുതുമ്പോൾ എവിടെ എഴുതണം? ഓപ്പണിംഗ് അസറ്റ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിങ് അസറ്റ് ക്രെഡിറ്റ് സൈഡിലായിട്ട് എഴുതുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ലാസ്റ്റ് ആയിട്ട് എന്ത് എഴുതുക? ക്ലോസിങ് അസറ്റുകൾ എഴുതുക. നേരത്തെ പോലെ തന്നെ ക്ലോസിങ് അസറ്റ് എന്ന് എഴുതിയിട്ട് 1 by 1 ആയിട്ട് ഐറ്റംസ് എഴുതുക. ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ടാകാം, ബ്രാഞ്ച് ഫർണിച്ചർ ഉണ്ടാകാം, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഉണ്ടാകാം. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ഐറ്റംസ് എഴുതുക. ഓക്കെ. ദെൻ എന്താണ്? ക്ലോസിങ് ലയബിലിറ്റീസ് ആണ്. ഓപ്പണിംഗ് ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡിൽ ടോപ്പ് മോസ്റ്റിലായിട്ട് എഴുതിയെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ലയബിലിറ്റീസ് ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് എഴുതുന്നു. എന്താണ്? ക്ലോസിംഗ് ലയബിലിറ്റീസ്. ക്ലോസിംഗ് ലയബിലിറ്റീസ് 2 സൈഡിൽ, ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2 ക്ലോസിംഗ് ലയബിലിറ്റീസ് എന്ന് എഴുതുന്നു. ഓക്കെ. ദെൻ സാധാരണ പോലെ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ, ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ്, ദ റിസൾട്ട് ഈസ് എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻസിൻ്റെ നേർക്ക് എന്താ എഴുതേണ്ടത്? ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിൽ ആണ് എമൗണ്ട് കുറവെങ്കിൽ എന്ത് വരും? ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. ദാറ്റ് ഈസ് അത് പ്രോഫിറ്റാണ്. ഇനി അല്ല, നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിനേക്കാളും ഡെബിറ്റ് സൈഡിലെ എമൗണ്ടാണ് കൂടുതലെങ്കിൽ, അതെവിടെ കാണിക്കണം? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതി കാണിക്കുക. ബ്രാക്കറ്റിൽ ലോസ് എന്ന് എഴുതുക. ഓക്കെ. ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ ലോസ് എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ജേണൽ എൻട്രി പറയാൻ എളുപ്പമാണ്. ഹെഡിങ് പറയുക, എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ ഓരോ ഐറ്റം പറയുക. ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ഓപ്പണിംഗ് അസറ്റ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ബാങ്ക്, ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ക്ലോസിംഗ് ലയബിലിറ്റീസ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം ആദ്യം പറയുക, ബ്രാഞ്ച് സെക്കൻഡ് ഐറ്റമായിട്ട് പറയുക. അപ്പോൾ നോക്കിയാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റ് ടു ബ്രാഞ്ച്, ഓപ്പണിംഗ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡേറ്റ് ടു ബ്രാഞ്ച്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ബ്രാഞ്ച്, ക്ലോസിംഗ് അസറ്റ് അക്കൗണ്ട് ഡേറ്റ് ടു ബ്രാഞ്ച്, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റ് ടു ബ്രാഞ്ച്. ഓക്കെ. ജേണൽ എൻട്രി ഓൾറെഡി മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എങ്കിലും ജസ്റ്റ് ഇതെങ്ങനെ പറയാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, watch and listen the lectures carefully and write the assignment questions like what is branch account, what is the format of a branch account. Study well.